ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം: നിനക്ക് വില തരുന്നത് ആരാണ്? എന്താണ് ചോദ്യം? നിനക്ക് വില തരുന്നത് ആരാണ്? ചില സമയത്തെങ്കിലും നമ്മൾ പറയാറുണ്ട്, എനിക്കിവിടെ ഒരു വിലയില്ല, എന്നെ ആർക്കും ഒരു മീച്ചമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇനി എന്നെ ആരും അങ്ങോട്ട് പരിഗണിക്കുന്നില്ല, വില കൽപ്പിക്കുന്നില്ല. നമുക്ക് വില തരുന്നത് യഥാർത്ഥത്തിൽ ആരാണ്? നമ്മുടെ വില നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത്, നമ്മൾ ഇന്നലെ ശുഭരാത്രി ശുശ്രൂഷയിൽ ധ്യാനിച്ചതുപോലെ, നമ്മളുടെ ഒരു കയ്യിലുള്ള ഒരു നോട്ടിന്റെ, ഒരു കടലാസ് കഷ്ണത്തിന്റെ വില 500 എന്നോ, 1000 ഇല്ലാത്തതുകൊണ്ട് 500 വരെ പിടിക്കാം, 500 എന്നോ 100 എന്നോ ഒക്കെ വില നിശ്ചയിക്കുന്നത് കടലാസ് കഷ്ണം സെയിമാണ്. പക്ഷെ അതിന്റെ വില നിശ്ചയിച്ചതാരാണ്? നമ്മുടെ നാട്ടിലെ അതിനധികാരപ്പെട്ടവരാണ്, റിസർവ് ബാങ്കാണ്. ആ റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ ഓരോ നോട്ടിലും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചറുണ്ട്. അപ്പോൾ ആ വില നിശ്ചയിച്ചത് ആ ഭരണകൂടമാണ്, ആ രാജ്യമാണ്. അപ്പോൾ ഇതിന്റെ ക്രിയവിക്രയം നടക്കേണ്ടതും എവിടെയാണ്? അത് നമ്മുടെ രാജ്യത്താണ്. ഇവിടുത്തെ കാശ് നോട്ട് കൊണ്ടുപോയി UK കൊണ്ടുപോയി 1/2 കിലോ അരി മേടിക്കാൻ പറ്റില്ല. അത് അല്ലേ? പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇവിടത്തെ കാശ് ഇവിടെയാണ് അതിന്റെ വില. ഇവിടെ അത് ക്രയവിക്രയം, വിനിമയം ചെയ്യപ്പെടണം. അപ്പോൾ നമ്മുടെ വില നിശ്ചയിക്കുകയും നമ്മിൽ മുദ്ര ചാർത്തുകയും ചെയ്തത് ദൈവമാണ്. ദൈവരാജ്യത്തിലാണ് നമ്മുടെ ജീവൻ വിനിമയം ചെയ്യപ്പെടേണ്ടത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈശോയെ കൊടുക്കാൻ നടക്കുന്ന കുറെ ആളുകളുണ്ട്, അല്ലേ? അങ്ങനെ കുറെ ആളുകൾ ഉണ്ട്, കൊടുക്കാൻ നടക്കുന്നവര് ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഗുരു, നീ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നവനും ആരുടെയും മുഖം നോക്കാതെ ഉത്തരം പറയുന്നവനുമാണ് എന്നൊക്കെ വെറുതെ പുറമെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു ഉത്തരം വേണം. സീസറിന് നികുതി കൊടുക്കുന്നത് ഉചിതമാണോ അല്ലയോ? യെസ് ഓർ നോ. ഉചിതമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ സാധാരണ അങ്ങനെയുള്ളൊരു ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയേണ്ടത്? ടീച്ചർമാരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് യെസ് അല്ലെങ്കിൽ നോ എന്ന ഒരു ഓപ്ഷനാണ് ഈശോയുടെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നത്. യെസ് എന്ന് പറഞ്ഞാൽ സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയാണ് എന്ന് ഈശോ പറഞ്ഞാൽ അത് ഒരു കുഴപ്പമുണ്ട്. കാരണം കർത്താവല്ലാതെ വേറൊരു അധികാരിയില്ല എന്ന് വിശ്വസിച്ചിരുന്ന യഹൂദന്മാർക്ക് അത് ഇടർച്ചയുണ്ടാകും. ഓൾറെഡി ഈശോയ്ക്ക് യഹൂദന്മാരുടെ ഇടയിൽ നല്ല പോപ്പുലാരിറ്റി ഉണ്ട്, അത് പോയി കിട്ടും. അപ്പൊ യെസ് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. ഇനി കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കാര്യം ചെയ്യാം. കൊടുക്കരുതെന്ന് പറഞ്ഞാൽ രാജാവിനെതിരെ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവനെ ജയിലിലിടാം. അപ്പോൾ യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും ഈശോ പെടും. അപ്പോൾ അങ്ങനെയൊരു തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു തന്ത്രത്തിന്റെ ഇടയിൽ നിന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളുടെ ആ മുദ്ര, നിങ്ങളുടെ കയ്യിലുള്ള നാണയം കാണിക്കാൻ പറയുന്നു. അവര് കാണിക്കുമ്പോൾ ഇതിൽ ആരുടെ മുദ്രയാണെന്ന് ചോദിക്കുന്നു. ഇതിലുള്ളത് സീസറിന്റെ മുദ്രയാണ്. സീസറിന്റെ മുദ്രയുള്ളത് നിങ്ങൾ കൊണ്ടുപോയി സീസറിന് കൊടുക്ക്. കർത്താവിന്റെ മുദ്രയുള്ളത്, അതായത് നിന്റെ ആത്മാവിൽ ആരുടെ മുദ്രയാണുള്ളത്? നിന്റെ ആത്മാവിൽ, നിന്റെ ശരീരത്തിന്റെ ഓരോ കോശത്തിലും ഓരോ തുള്ളി രക്തത്തിലും ഒരു ദൈവഗണമുണ്ടെന്ന് സയൻസ് പഠിപ്പിക്കുകയാണ്. സയൻസ്. അപ്പോൾ നിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ മുദ്രയുള്ളത് നീ ദൈവത്തിന് കൊടുക്ക്. കർത്താവിന് കൊടുക്കേണ്ടത് നിന്റെ ജീവൻ മുഴുവൻ അത് ദൈവത്തിന്റെ ദാനമാണ്. നീ ഒന്നും കുറവില്ലാതെ കർത്താവിന് സമർപ്പിക്ക് എന്ന് പറഞ്ഞ് ഈശോ ആ ചോദ്യത്തെ നേരിടുകയാണ്. നമുക്ക് കണ്ണുകളടക്കാം. ഇന്ന് നമ്മളാകുന്ന നാണയം കർത്താവിന്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ
അതിൽ പതിഞ്ഞിരിക്കുന്ന ദൈവീക ചൈതന്യം, ദൈവീക മുദ്ര, നീ നിത്യജീവന് വേണ്ടി സമർപ്പിക്കപ്പെടേണ്ട ഒരു ദൈവ പൈതലാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിന് കൊടുക്കേണ്ടവരായ നമ്മുടെ ജീവിതം മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി വിനിമയം ചെയ്യപ്പെടേണ്ട ഒരു നാണയമാണ് എന്ന ബോധ്യത്തോടുകൂടെ കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,